ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായ വിസ്പർ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ചോളൂ. ഞാൻ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. രണ്ട് ടൈമിലാണ് ഈ വാട്സപ്പ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയും നൈറ്റ് 8:30 മുതൽ 9:30 വരെയാണ്. മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അഫർമേഷൻ, സ്ക്രിപ്റ്റിങ്, വിഷൻ ബോർഡ്, ഒരു വർഷത്തെ സ്ക്രിപ്റ്റിങ്, ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡുകൾ, ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ്, വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ ഞാൻ ഈ ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലേക്ക് വരാം. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അത് വിവാഹബന്ധം വേർപെടുത്തിയ ഒരു കുട്ടിയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു മകനും മകളും. മകൻ അച്ഛനോടൊപ്പം ഒരു രാജ്യത്തും അമ്മയും മകളും മറ്റൊരു രാജ്യത്തുമാണ്. സ്വന്തം ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തമായിട്ട് ആ രാജ്യത്ത് തന്നെ ഒരു ജോലി നേടിയെടുത്ത് കുഞ്ഞിനെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ മകൻ എവിടെ ഇരുന്നാലും അവൻ നന്നായി മിടുക്കനായി വളരട്ടെ, എനിക്കിപ്പോൾ അത്ര ഇതിപ്പോൾ മകനെ കൂടെ മകനും മകളും ഒരുമിച്ച് വളരണമെന്ന് തന്നെയായിരിക്കും എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. പക്ഷേ മനസ്സിനെ ഇങ്ങനെ കല്ലാക്കി വെച്ചേക്കാണ്. പതറിപ്പോയാൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാം അതൊരു മുഖം മൂടി മാത്രമാണ്. എല്ലാ അമ്മയും, അതായത് പെറ്റ വയറിന് ഒരിക്കലും കുഞ്ഞുങ്ങളെ പിരിച്ചു നിർത്താൻ സാധിക്കില്ല. അമ്മ പതറിപ്പോകും. മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാ ശക്തികളും പരാജയപ്പെടും എന്നുള്ളതുപോലെ ഇന്ന് രാവിലെ പതറിയാണ് എന്നെ വിളിച്ചു, ഒരുപാട് വിഷമിച്ച് വിളിച്ചു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ, അവനായിട്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമോ? ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ എപ്പിസോഡ്. എന്തായാലും ഈ ടെക്നിക്ക് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. 2 മക്കളും അമ്മയുടെ കൂടെ ജീവിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഒരു വ്യക്തിയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ എന്തെങ്കിലും ആവശ്യങ്ങളോ സാഹചര്യങ്ങളോ മാറ്റിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് മകനെ കാണണമെന്നുണ്ടെങ്കിൽ, മകനിലൂടെ ആവശ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും പേപ്പേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് വർക്ക് പേപ്പേഴ്സ് സൈൻ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ്, ആ കാര്യം നടക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർണമെൻറ്റ്സോ, ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഓർണമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്നില്ല, പണം കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ തിരിച്ചു തരണമെങ്കിൽ ആ വ്യക്തി തന്നെ വിചാരിക്കണം. അപ്പോൾ അവരിൽ ആ തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ടും ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടും തീർച്ചയായിട്ടും ഈ പ്രാക്ടീസ് ഉപയോഗിക്കാം. ഒരിക്കലും ഇത് മിസ്യൂസ് ചെയ്യരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അത് ഒരു കാര്യങ്ങളും അങ്ങനെ ഉപയോഗിക്കരുത്. എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ നമുക്ക് അത്യാവശ്യം പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പരീക്ഷണാർത്ഥം ഉപയോഗിച്ച് നോക്കാം. എന്തായാലും വളരെ പവർഫുള്ളാണ്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, അതുകൊണ്ട് റിസൾട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ കാര്യത്തിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള പരിപൂർണ വിശ്വാസം വേണം. ഇനി ചെയ്യുന്നത് കഴിയുന്നത് വരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് തീരുന്ന സമയം വരെ നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് വേണം പ്രാക്ടീസുകൾ ചെയ്യാനായിട്ട്. ആത്മവിശ്വാസം ഇതൊക്കെ ഉള്ളിൽ നിറച്ചുകൊണ്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ശാന്തമായിരിക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളോ പേടിയോ അത് നടക്കുമോ എന്നുള്ള സംശയം ഒന്നും പാടില്ല. പരിപൂർണ വിശ്വാസം വേണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക്
ആരും ശല്യപ്പെടുത്താത്ത കുറച്ച് സമയവും ഒരു സ്പേസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ആ മുറിയിൽ ഒരു സ്വസ്ഥമായിട്ടൊരു മുറിയിൽ പോയിരുന്നിട്ട് ചമ്രം പടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാല് നിലത്ത് വെച്ചിട്ട് നമ്മൾ ഈ ധ്യാനത്തിനിരിക്കില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ ഇരുന്നാലും മതി. ഇരുന്നതിന് ശേഷം കണ്ണുകൾ മെല്ലെ അടച്ച് നിങ്ങൾക്ക് ദീർഘമായി ശ്വാസം ഒരു 3-4 തവണ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. അതിനുശേഷം നമ്മൾ ഈ ആഗ്രഹിക്കുന്ന നമ്മുടെ ആവശ്യം നേടിത്തരേണ്ട വ്യക്തി ആ സമയം സാധാരണഗതിയിൽ എവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ മുറിക്കകത്ത് നിങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ധ്യാനത്തിൽ കാണുകയാണ്, ഒരു മുറിക്കകത്ത് ആ വ്യക്തി ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പതിയെ നടന്ന് ആ വ്യക്തിയുടെ അടുത്ത് പോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാം. ആ ആളുടെ മുഖം നല്ലോണം സ്കാൻ ചെയ്ത് നല്ലോണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരീരം നല്ലോണം നിങ്ങൾ വ്യക്തമായി കാണാം, വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. ജീവനുള്ള അതൊരു വിഷ്വലൈസേഷൻ അല്ല, നിങ്ങൾ നേരിട്ട് കാണുന്ന ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പോവുക. ചെയറിലാണ് ഇരിക്കുന്നത്, താഴ്ന്നു നിന്നിട്ട് ചെവിയിലേക്ക് പറയുക, എൻ്റെ അടുത്ത്, ഇപ്പം അമ്മയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ മോനെ എൻ്റെ അടുത്തേക്ക് വരൂ, മോനെ എൻ്റെ അടുത്തേക്ക് വരൂ, അല്ലെങ്കിൽ മോനെ അമ്മയുടെ അടുത്തേക്ക് വരൂ, മോനെ അമ്മയുടെ അടുത്തേക്ക് വരൂ, മോനെ അമ്മയുടെ അടുത്തേക്ക് വരൂ, 3 തവണ പറയുക. ഇനി അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനാണെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യൂ, എൻ്റെ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യൂ, എൻ്റെ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യൂ. അത്രയും സന്തോഷത്തോടു കൂടി പറയുക. ഫീലിംഗ് ഫ്രീക്വൻസി വളരെ ഹൈ ആയിരിക്കണം. അതിനുശേഷം ഇനി വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഓർണമെൻറ്റ്സ് കിട്ടാൻ എൻ്റെ ഓർണമെൻറ്റ്സ് തരൂ, എൻ്റെ ഓർണമെൻറ്റ്സ് തരൂ, എൻ്റെ ഓർണമെൻറ്റ്സ് തരൂ, എൻ്റെ 20,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ തരൂ, എൻ്റെ 1,00,000 രൂപ തരൂ, എൻ്റെ 1,00,000 രൂപ തരൂ. അത്രയും വിശ്വാസത്തോട് ആ വ്യക്തി തരും. ആ വിശ്വാസത്തോടു കൂടി തന്നെ പറയുക. അതിനുശേഷം സൈലൻ്റ് ആയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അവിടുന്ന് തിരികെ വരിക. എന്നിട്ട് ഈ ധ്യാനാവസ്ഥയിലേക്ക് തിരിച്ചെത്തുക. ഇത് നിങ്ങളൊരു 7 ദിവസം ചെയ്യുക. 7 ദിവസവും കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിപ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, നമ്മളിപ്പോൾ പ്രാക്ടീസുകൾ ചെയ്യാത്ത ഒരാൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ റിസൾട്ട് കിട്ടാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലരും വിചാരിക്കുന്നത്, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാജിക്കാണെന്ന്. എനിക്കൊരു മാജിക്കൽ പവറും ഇല്ല കേട്ടോ. ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്നോട് ഈ ഒരു 30 ദിവസത്തിനകം റിസൾട്ട് കിട്ടുമോ, 10 ദിവസത്തിനകം റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് പറയാനുള്ള ഒരു സിദ്ധിയും എനിക്കില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ അറിവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതിനേക്കാളേറെ അത് നമ്മളിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മളിൽ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നു എന്നനുസരിച്ചാണ് നമുക്ക് അത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വായിച്ചറിഞ്ഞത് കേട്ടറിഞ്ഞത് ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ അത്ഭുത ശേഷിയോ അല്ലെങ്കിൽ ഇത്ര ഒരു ദിവസത്തിനകത്ത് നിങ്ങൾക്കത് നേടിയെടുത്ത് തരാൻ പറ്റുമെന്ന് വാഗ്ദാനം ചെയ്യാനോ ഞാൻ ആളല്ല. കാരണം ആ കഴിവും എനിക്കില്ല, അങ്ങനെ ആർക്കും പറയാനും സാധിക്കില്ല. അത് എപ്പോൾ നടക്കും? പ്രാക്ടീസ് വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു കുഞ്ഞു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ഓക്കെയാണ്. പക്ഷേ ശാശ്വതമായിട്ട് നമ്മുടെ ലൈഫിലൊരു സക്സസ് ഉണ്ടാകണമെങ്കിൽ അതിന് ടൈം എടുക്കും. പ്രാക്ടീസുകൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ ആ ആൾ ആഗ്രഹിക്കുന്ന തലത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും. അതിനൊരു സംശയമില്ല. അതെനിക്ക് വാക്ക് തരാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ന് എപ്പോൾ എങ്ങനെയെന്നൊന്നും ചോദിക്കാതെ നിസ്വാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അത് എനിക്ക് പറഞ്ഞു തരാം. പക്ഷെ അത് എപ്പോഴൊന്നും ഒരിക്കലും 10 ദിവസം കൊണ്ടാണോ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടാണോ അല്ലെങ്കിൽ അത് കിട്ടും ഇത്ര ദിവസത്തിനകത്തിന് കിട്ടുമെന്ന് പറഞ്ഞു ഉറപ്പിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം അതൊരു ഡിവൈൻ ടൈമാണ്. അതെപ്പോൾ നമുക്കത് കിട്ടും എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. അത് ഉചിതമായ സമയത്ത് നമുക്ക് കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നിങ്ങളെല്ലാ പ്രാക്ടീസുകളും ചെയ്യാൻ കേട്ടോ. പെട്ടെന്നുള്ള റിസൾട്ടിനേക്കാളും വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്. പ്രാക്ടീസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ റിസൾട്ട് ശാശ്വതമായ വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ.
പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾക്കൊക്കെ ടൈം പീരീഡ് ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ആ മൈൻഡ് പവർ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന ഒരാൾ, ഈ പ്രാക്ടീസ് ചെയ്തു വന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പെട്ടെന്ന് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എത്രത്തോളം അത് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൻ്റെ മൈൻഡ് പവർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആകാൻ ഇല്ലെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി എനിക്കിത് റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. അത് കിട്ടും എന്ന് ഞാനല്ല പറയേണ്ടത്, നിങ്ങളുടെ വിശ്വാസമാണ് നിശ്ചയിക്കുന്നത് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടു കൂടി ഈശ്വരനിൽ പരിപൂർണമായിട്ടും വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഉറപ്പിച്ച് ഇപ്പോൾ ക്ലാസ്സിനൊക്കെ വന്നാലും ഈ ഒരു മാസം കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഈശ്വരൻ്റെ കയ്യിലാണ്. ഇത് ഒരു സാധനയാണ്. നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് ഈ മെഡിറ്റേഷനും പ്രാക്ടീസുകളും ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന ആ ഒരു മനോഭാവം മാറ്റുക. നിങ്ങൾക്ക് തിരിച്ചറിയാൻ, നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാൻ, നിങ്ങൾക്കുള്ളിലെ അത്ഭുതകരമായ ശേഷിയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു യാത്രയാണിത്, ഒരു സാധനയാണിത്. അപ്പം അങ്ങനെ മാത്രം അതിനെ ചിന്തിക്കുക കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി എല്ലാ കർമ്മങ്ങളും, ഇത് ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എല്ലാത്തിനും കർമ്മഫലമുണ്ടെന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ കർമ്മം ചെയ്യുന്നത് അവർ തന്നെ നമുക്ക് കർമ്മഫലം തരണമെന്നില്ല. കർമ്മഫലം നിശ്ചയിക്കേണ്ടത് ഈശ്വരനാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മൾക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യുക. സന്തോഷമായിട്ട് ഈ ഒരു സന്തോഷം നമുക്ക് ആസ്വദിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ നേടിയെടുക്കണമെന്നില്ല. നമ്മളിരിക്കുന്നിടത്ത് പല കാര്യങ്ങളിലൂടെയും സന്തോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്താൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കരുത്. നിലവിലെ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ വലുതായിട്ട് ആസ്വദിക്കുക. ഒപ്പം ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.